നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് വടക്കഞ്ചേരിയിൽ കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. യാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചയാളുടെ തല തെറിച്ചുപോയി. 6 പേർക്ക് പരുക്ക്. വയനാട് പൂതാടി വനാതിർത്തിയിൽ കരടിപ്പേടി. നിരവധി പേർ ആക്രമണത്തിനിരയായി. ജാഗ്രത വേണമെന്ന് വനം വകുപ്പ്. ഗാർഹിക പീഡന പരാതി അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം. പട്ടി അഴിച്ചുവിട്ട് കടുപ്പിച്ചു. വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കടിയേറ്റു. തിരുവനന്തപുരം മലയോര മേഖലയിൽ കൃഷി നശിപ്പിച്ച മയിൽക്കൂട്ടം. വലിയ നഷ്ടമെന്ന് കർഷകർ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ MDMA-യുമായി 4 പേർ പിടിയിൽ. വയനാട്ടിൽ മയക്കുമരുന്നുമായി കൽപ്പറ്റ സ്വദേശി പിടിയിൽ. മൂന്നാർ മലനിരകളെ നീലവർണ്ണമണിയിച്ച് വാഗമരങ്ങൾ. മനോഹര കാഴ്ച ആസ്വദിച്ച് സഞ്ചാരികൾ. വിശദമായി നോക്കാം. പാലക്കാട് വടക്കഞ്ചേരിയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാരന് ദാരുണാന്ത്യം. വടക്കഞ്ചേരി മംഗലം യത്തീംഖാന പള്ളിക്ക് മുൻവശത്തുള്ള ബൈപ്പാസ് റോഡിലാണ് അപകടം. പാലക്കാട് ഭാഗത്തു നിന്നും പാലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും തൃശൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇയാളുടെ തല അറ്റുപോയിട്ടുണ്ട്. ബൈപ്പാസിൽ വെച്ച് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസിന്റെ പിൻഭാഗത്ത് ഡോറിനോട് ചേർന്നാണ് ഇടിച്ചത്. ഇതിനോട് ചേർന്നുള്ള സീറ്റിലിരുന്ന ആളാണ് മരിച്ചത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ഇവരുടെ നില ഗുരുതരമല്ല. വയനാട് പൂതാടി പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശത്തെ ജനങ്ങൾ കരടി ആക്രമണ ഭീതിയിൽ. വാഗേരി ഗാന്ധിനഗറിൽ കർഷകനെ പുരയിടത്തിൽ കരടി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ആഴ്ചകൾക്ക് മുൻപ് ചെതലയത്ത് തേനെടുക്കാൻ കാട്ടിൽ പോയ ഗോത്ര യുവാവിനെയും കരടി ആക്രമിച്ചിരുന്നു. കടുവ സാന്നിധ്യം കൊണ്ട് മാസങ്ങളോളം ഭീതിയിലായിരുന്ന പൂതാടി പഞ്ചായത്തിലെ കൂടലൂർ, മണ്ണുണ്ടി, മൂടക്കൊല്ലി, പാപ്പളശ്ശേരി, വാഗേരി, ഗാന്ധിനഗർ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ കരടി ഭീതിയിലാണ്. തേനീച്ച കർഷകരുടെ തേനീച്ചപ്പെട്ടികൾ വ്യാപകമായി കരടി തകർക്കുകയാണ്. 2 ദിവസം മുമ്പ് വാഗേരി ഗാന്ധിനഗർ കുമ്പിക്കൽ അബ്രഹാമിനെ കരടി ആക്രമിച്ചു. കൈക്ക് പരിക്കേറ്റ ഇയാൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വനംവകുപ്പ് അധികൃതർ കരടിയെ കണ്ടെത്താൻ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിൽ വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, ഇതിനെ കൂടെ വെച്ച് ഈ കരടിയെ പിടിക്കണം. കാരണം ആദ്യമേ നമുക്കിങ്ങനെ കുറേ ശല്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ജനങ്ങൾക്ക് നേരിട്ടുള്ള ആക്രമണം ഉണ്ടായതിനു ശേഷം ജനങ്ങളാകെ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. ആഴ്ചകൾക്ക് മുൻപ് വാഗേരി കൂടലൂരിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പ് ഹൌസിന്റെ അടിത്തറ കരടി തകർത്തിരുന്നു. ആനയ്ക്കും കടുവയ്ക്കും കാട്ടുപന്നിക്കും പുറമെ കരടികൾ കൂടി നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതോടെ കർഷകർ തീരാ ദുരിതത്തിലാണ്. കൃഷി നശിച്ച തേൻ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കരടിയെ കൂടുവെച്ച് പിടികൂടി പ്രദേശത്തെ ഭീതി ഒഴിവാക്കാൻ നടപടികൾ ഉണ്ടാവണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. വയനാട്ടിൽ ഗാർഹിക പീഡന പരാതി അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പട്ടി അഴിച്ചുവിട്ട് കടുപ്പിച്ചു. പരിക്കേറ്റ വയനാട് ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ മായ S. പണിക്കരെയും കൌൺസിലർ നാജിയ ഷെറിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു പട്ടീൻ്റെ തലയാണ് പുറത്തേക്ക് വന്നത്. അതിന് ആ പട്ടീനെ പുറത്തേക്ക് അങ്ങ് വിട്ടു. അപ്പോൾ ആ പട്ടി മാഡത്തിൻ്റെ അടുത്തേക്ക് വന്ന് കടിക്കുന്നതാണ്. ഞാൻ ഡ്രൈവറിനെ വിളിക്കാൻ, ഡ്രൈവർ റോഡിലായിരുന്നു. ഇതൊരു തോട്ടത്തിലൂടെ പോയിട്ടുള്ളൊരു വീട്. ക്വാറി ക്രഷർ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ പുതിയ നയങ്ങൾക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് മുക്കത്ത് വാഹന പ്രചരണ ജാഥ തുടങ്ങി. പ്രതിഷേധത്തിന്റെ ഭാഗമായി 17-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായി ക്വാറി ക്രഷർ യൂണിറ്റുകൾ അടച്ചുപൂട്ടി സമരം ചെയ്തു വരികയാണ്. ഇതിന്റെ പ്രചരണാർത്ഥമാണ് 5 ദിവസം നീളുന്ന വാഹന പ്രചരണ ജാഥ. സംസ്ഥാന ക്വാറി ക്രഷർ കോർഡിനേഷൻ ജനറൽ കൺവീനർ MK ബാബു ഉദ്ഘാടനം ചെയ്തു. ജാഥ 23-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സമാപിക്കും. തിരുവനന്തപുരം മലയോര മേഖലയിൽ മയിലുകൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാകുന്നു. കൂട്ടത്തോടെ എത്തുന്ന മയിൽക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ച് മടങ്ങുകയാണ്. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് ജനങ്ങൾ. വനമേഖലയുടെ അടുത്തുകിടക്കുന്ന അമ്പൂരി, കള്ളിക്കാട്, വെള്ളറട പ്രദേശങ്ങളിലാണ് കുരങ്ങുകൾക്കും കാട്ടുപന്നികൾക്കും പുറമെ മയിലുകളും നാശമുണ്ടാക്കുന്നത്. ഇതോടെ പ്രദേശത്തെ കർഷകർ ആശങ്കയിലാണ്.
കൂട്ടമായെത്തുന്ന മയിലുകൾ ധാന്യവിളകൾ പലതും നശിപ്പിച്ചു കഴിഞ്ഞു. മരച്ചീനിയും വാഴയും ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളിൽ എത്തുന്ന മയിലുകൾ കുരുനിലകൾ ഉൾപ്പെടെ കൊത്തി നശിപ്പിച്ചാണ് മടങ്ങുന്നത്. മയിലുകൾ കൂട്ടമായി പറന്നിറങ്ങുന്നത് കാണാൻ സൗന്ദര്യമുണ്ടെങ്കിലും അവ വിതച്ചുവെച്ച് പോകുന്ന നാശം കർഷകരെ പ്രയാസത്തിലാക്കുന്നു. മയിലാണെങ്കിൽ കൂട്ടത്തോടാണ് കൂടുതൽ വരുന്നത്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനെ നശിപ്പിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കേസാകത്തില്ലേ? അത് പിന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. വനംവകുപ്പ് അധികൃതർക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും കേട്ടമട്ടില്ല. വന്യജീവികളെ തുരത്തി ഓടിച്ചാൽ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ ഓർത്ത് ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തുകാർ. സർക്കാർ ഇടപെട്ട് തങ്ങളുടെ കൃഷിയിടം സംരക്ഷിച്ച് നൽകണമെന്നാണ് മലയോര മേഖലയിലെ കർഷകരുടെ പ്രധാന ആവശ്യം. ന്യൂസ് 18 കാട്ടാക്കട. INL സംസ്ഥാന സമിതിയുടെ സെക്യുലർ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി INL കൊടുവള്ളി നഗരസഭാ കമ്മിറ്റി ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. കൊടുവള്ളി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. MP മൊയ്തീൻ കോയ, TP മജീദ് മാസ്റ്റർ, K ബാബു, RP ഭാസ്കർ കുറുപ്പ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അരിക്കൊമ്പനെ മറയാക്കി ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് ആനപ്പാർക്ക് പദ്ധതി നടപ്പിലാക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ആനയെ പിടിച്ചുമാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും സുപ്രീംകോടതിയെ സമീപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്നും സമിതി കുറ്റപ്പെടുത്തി. പറമ്പിക്കുളത്തിന് പകരം സ്ഥലം കണ്ടെത്തി കാട്ടാനെ മാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും നടപടികൾ സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഉന്നയിക്കുന്നത്. ആനയെ പിടിച്ചുമാറ്റുന്ന വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ്. വനംവകുപ്പും സർക്കാരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് ഇതിനു പിന്നിലെന്നും സമിതി ആരോപിച്ചു. ശരിക്കും പറഞ്ഞാൽ ആനയിറങ്കലില് ആന പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അരിക്കൊമ്പനെ അതിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് വനം വകുപ്പ് ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ആനയിറങ്കൽ ജലാശയ തീരം മുതലുള്ള മൊട്ടക്കുന്നുകളിൽ നിന്നും ഗ്രാൻഡീസ് മരങ്ങൾ പിഴുതുമാറ്റി പുൽമേട് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകാത്തതും വിമർശനത്തിന് ഇടയാക്കുന്നു. മേഖലയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന മരങ്ങൾ നീക്കം ചെയ്താൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത് ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട നാരങ്ങാനത്ത് ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് മാടുമേച്ചിൽ പുത്തൻപുരയിൽ രാജദുരയുടെ മകൻ ബിജു, ഭാര്യ സുമ എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിജു 4 വർഷമായി ക്യാൻസറിന് ചികിത്സയിലായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കുടുംബമെന്ന് പറയുന്നു. 2 മക്കളുണ്ട്. വയനാട് വാളാട് യുവാവ് അടിയേറ്റ് മരിച്ചു. എടത്തന വേങ്ങനമുറ്റം ജയചന്ദ്രനാണ് മരിച്ചത്. സ്ഥിരം മദ്യപാനിയായ ജയചന്ദ്രൻ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ മദ്യപിച്ചെത്തി ഭാര്യയെയും മാതാവിനെയും കുട്ടികളെയും മർദ്ദിച്ചു. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെ സഹോദരൻ രാമകൃഷ്ണന്റെ അടിയേറ്റാണ് മരണം സംഭവിച്ചത്. സഹോദരൻ രാമകൃഷ്ണൻ പോലീസിൽ കീഴടങ്ങി. വയനാട്ടിൽ മയക്കുമരുന്നുമായി യുവാവ് പോലീസ് പിടിയിൽ. കൽപ്പറ്റ പുൽപ്പാറ നന്ത്രോത്ത് N നിഷാദിനെയാണ് MDMAയുമായി പിടികൂടിയത്. SI ബിജു ആന്റണിയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. MDMAയുമായി മലപ്പുറത്ത് 4 പേർ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച 20 ഗ്രാം MDMA പിടിച്ചു. മുഹമ്മദ് മിസ്വിൻ, മുഹമ്മദ് റിൻഷാൻ, വിഷ്ണു, മുഹമ്മദ് മുർഷിദ് എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു. താമരശ്ശേരി പരപ്പൻപൊയിൽ നിന്നും കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ ഷാഫിയെ മൈസൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. താമരശ്ശേരി ഡിവൈഎസ്പി അഷ്റഫ് തെങ്ങിലക്കണ്ടിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഷാഫിയെ മൈസൂരിലെത്തിച്ചത്. കൊട്ടേഷൻ സംഘം ഇറക്കി വിട്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് പോലീസ് സംഘം എത്തിയത്. പുലർച്ചെയോടെ സംഘം താമരശ്ശേരിയിൽ തിരിച്ചെത്തി. തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ 2 പേരെ തിരിച്ചറിയാമെന്ന് ഷാഫി പോലീസിന് മൊഴി നൽകി. പോലീസ് കാണിച്ച ഇവരുടെ ഫോട്ടോ ഷാഫി തിരിച്ചറിഞ്ഞു എന്നാണ് സൂചന. കണ്ണ് കെട്ടിയിരുന്നുവെന്നും വഴിയിൽ വെച്ച് 2 തവണ കാർ മാറ്റിയെന്നും ഷാഫി പറയുന്നു. ഷാഫിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പത്തനംതിട്ട കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം 24-ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോന്നിയിലെത്തി ഉദ്ഘാടനം നിർവഹിക്കും.
കോന്നി മെഡിക്കൽ കോളേജിന്റെ 1ാം ഘട്ടം പൂർത്തിയായതിനു മുന്നോടിയായാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. 24-ന് കോന്നിയിലെത്തുന്ന മുഖ്യമന്ത്രി ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തും. അക്കാഡമിക് ബ്ലോക്കിന്റെയും CT സ്കാൻ സെന്ററിന്റെയും ഉദ്ഘാടനമാണ് നടക്കുക. ചടങ്ങിൽ വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പരിപാടിക്ക് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. കേരള സർക്കാരിന്റെ നിരന്തര പരിശ്രമം മൂലം നമുക്ക് വളരെയധികം പരിമിതികൾ ഉണ്ടായിരുന്നതിൽ പോലും ഈ ഒരു വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമുക്ക് കെട്ടിട സമുച്ചയങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ട ലൈബ്രറി പുസ്തകങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ട ലാബുകൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയ പഠനോപകരണങ്ങൾ എല്ലാം സജ്ജമാക്കാൻ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 132 കോടി രൂപ ചെലവഴിച്ച് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച ആശുപത്രിയിൽ 2021-ലാണ് OP, IP ചികിത്സകൾ ആരംഭിച്ചത്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതോടെ കഴിഞ്ഞ വർഷം 100 സീറ്റുകളിലേക്കുള്ള വിദ്യാർത്ഥി പ്രവേശനം പൂർത്തിയാക്കി. തുടർന്ന് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതോടെ 2ാം ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥി പ്രവേശനത്തിനും അനുമതി നേടാനും സ്ഥാപനത്തിന് കഴിഞ്ഞു. 2ാം ഘട്ട നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്കായി 352 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും കോന്നി മെഡിക്കൽ കോളേജിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. തൃശൂർ അന്തിക്കാട് സ്റ്റേഷനിലെ വനിതാ SIയുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിൽ 2 പേർ അറസ്റ്റിൽ. കരിക്കൊടി സ്വദേശികളായ സജിൽ, മാങ്കുഴി കിഴൻ എന്നിവരാണ് പിടിയിലായത്. റോഡ് തടസ്സപ്പെടുത്തി കാർ പാർക്ക് ചെയ്തത് മാറ്റാൻ പറഞ്ഞതാണ് പ്രകോപനമായത്. യുവാക്കൾ SIയോട് തട്ടിക്കയറിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. മംഗളാദേവി ചിത്ര പൌർണമി ഉത്സവ ആഘോഷങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം ചേർന്നു. ഇടുക്കി, തേനി കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത യോഗമാണ് കുമിളിയിൽ ചേർന്നത്. സുരക്ഷിതമായ ക്ഷേത്ര ദർശനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മെയ് 5-ന് നടക്കുന്ന മംഗളാദേവി ചിത്രപൗർണമി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു. തമിഴ്നാട്, കേരള സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന ചിത്രപൗർണമി ആഘോഷങ്ങളുടെ നടത്തിപ്പിനായി ചേർന്ന യോഗത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്, തേനി ജില്ലാ കളക്ടർ RV ഷാനിവന എന്നിവരും 2 ജില്ലകളിലെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഭക്തരുടെ സുരക്ഷയ്ക്കും ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനും മുൻതൂക്കം നൽകി തീർത്ഥാടനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ അരുൺ S. നായർ, പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പാട്ടീൽ സുയോഗ്, സുഭാഷ് റാവു, മേഘമല വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് വാർഡൻ ആനന്ദ്, തേനി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ സമർത്ഥ, ഉത്തമപാളയം അസിസ്റ്റന്റ് സൂപ്രണ്ട് മധുകുമാരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് മുക്കം നഗരസഭ കൌൺസിൽ മീറ്റിംഗിൽ UDF വെൽഫെയർ പാർട്ടി BJP അംഗങ്ങളുടെ പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വർദ്ധിപ്പിച്ച നികുതി മുക്കം നഗരസഭയിൽ നടപ്പാക്കരുത് എന്ന് ഭൂരിപക്ഷം കൌൺസിലർമാരും ആവശ്യപ്പെട്ടിട്ടും നടപ്പാക്കുമെന്ന ഭരണസമിതി തീരുമാനത്തെ തുടർന്നായിരുന്നു പ്രതിഷേധം. എന്നാൽ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന് നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. പത്തനംതിട്ടയിൽ മകളെ പീഡിപ്പിച്ച പിതാവിന് 78 വർഷം കഠിന തടവ്, 2,75,000 രൂപ പിഴയും അടയ്ക്കണം. 13 വയസ്സുള്ള കുട്ടിയെ പിതാവ് വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പത്തനംതിട്ട പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വാർത്തകളിലേക്ക്. ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങളിൽ അഴകിന്റെ കുട നിവർത്തി നിൽക്കുന്ന നീലവാഗമരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ജക്കറാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് മൂന്നാറിന്റെ മലനിരകളിൽ നീലവസന്തം ഒരുക്കിയിരിക്കുന്നത്. പച്ച വിരിച്ച് കിടക്കുന്ന തേയിലക്കാടുകൾക്കിടയിൽ നീലവസന്തം തീർത്ത് നീലവാഗപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് മൂന്നാറിൽ. വർഷത്തിൽ 2 തവണ മാത്രം ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന മരങ്ങൾ മൂന്നാറിന്റെ പ്രത്യേകതകളിലൊന്നാണ്. ഇംഗ്ലീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിലുണ്ടായിരുന്ന ഇംഗ്ലണ്ടുകാരായ ഉദ്യോഗസ്ഥരാണ് ഇത് നട്ടുപിടിപ്പിച്ചത്. റോഡരികിൽ കൂട്ടമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ജക്കരാന്തകൾ കാണാൻ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. മൂന്നാർ ഉടുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് ഇവ വ്യാപകമായി പൂത്തുനിൽക്കുന്നത്. തേയിലത്തോട്ടങ്ങൾക്ക് മധ്യത്തിലൂടെയുള്ള പാതയോരത്ത് പൂത്തുനിൽക്കുന്ന ജക്കരാന്തകൾ കാഴ്ചക്കാരുടെ കണ്ണുകൾക്ക് അഴകാർന്ന കാഴ്ച സമ്മാനിക്കുന്നു. പാതയോരങ്ങളും ഉദ്യാനങ്ങളും മോടി പിടിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളിലും ഇവ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ന്യൂസ് 18 മൂന്നാർ. കുറഞ്ഞ സമയം കൊണ്ട് ചെറിയ നെറ്റിപ്പട്ടം നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അധ്യാപികയെക്കുറിച്ചാണിനി. ആറ്റിങ്ങൽ അവനവഞ്ചേരി അനന്തമംഗലത്തിൽ ഗീതാ കൃഷ്ണയാണ് 52-ാം വയസ്സിൽ ഈ നേട്ടം കൈവരിച്ചത്. നെറ്റിപ്പട്ടത്തിന്റെ എല്ലാ പ്രൗഢിയും ഒത്തിണങ്ങിയ കുഞ്ഞൻ നെറ്റിപ്പട്ടം
ഇത് നിർമ്മിക്കാനെടുത്ത സമയം 57 മിനിറ്റ്. ഗീതാകുമാരി എന്ന അധ്യാപികയെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എത്തിച്ചത് ഈ നെറ്റിപ്പട്ടമാണ്. നെറ്റിപ്പട്ടത്തിൽ ഉപയോഗിക്കുന്ന കമ്പിളി നൂലും സ്വർണ്ണമുത്തുകളും മണിയുമെല്ലാം ഈ കുഞ്ഞൻ നെറ്റിപ്പട്ടത്തിലുമുണ്ട്. 17 സെന്റിമീറ്റർ പുറംനീളത്തിലും 13 സെന്റിമീറ്റർ ഉൾനീളത്തിലുമാണ് നിർമ്മാണം. ഏറ്റവും ചെറിയ ഒരു നെറ്റിപ്പട്ടം ഞാൻ ഉണ്ടാക്കി വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ അത് അവർ സ്വീകരിച്ചു. ഇന്നർ ലെങ്ത് 13 സെൻറ്റിമീറ്ററും ഔട്ടർ ലെങ്ത് 17 സെൻറ്റിമീറ്ററിൽ 57 സെക്കൻഡിലാണ് ഞാൻ ഈ നെറ്റിപ്പട്ടം ചെയ്തത്. അങ്ങനെ ഏറ്റവും ചെറിയ നെറ്റിപ്പട്ടത്തിനുള്ള അംഗീകാരമാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ലഭിച്ചത്. വർഷങ്ങളായി വീട്ടിൽ തന്നെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും എംബ്രോയിഡറി ജോലികളുമെല്ലാം ഗീതാകുമാരി ചെയ്തു വരികയാണ്. തനിക്ക് വഴങ്ങുന്ന ജോലിയിലൂടെ എങ്ങനെ വ്യത്യസ്തയാകാമെന്ന ചിന്തയാണ് നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ എത്തിച്ചത്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പ്രവേശിക്കാൻ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഗീതാകുമാരി. ആറ്റിങ്ങൽ CSI ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക കൂടിയാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. താമരശ്ശേരി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമസ്ത കേരള ജമീയത്തുൽ ഉലമ കോഴിക്കോട് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ബാരി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, മുൻ MLA പ്രേംനാഥ്, സലീം മടവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുവള്ളി ഡഫ് വെൽഫെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണവും സമൂഹ ഇഫ്താറും സംഘടിപ്പിച്ചു. പ്രദേശത്തെ ബധിര കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത്. തുടർന്ന് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. കാർഷിക കേരളം. പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്ത് 8ാം ക്ലാസ്സുകാരി ശിവ. ഓണത്തിന് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയ മലപ്പുറം ചങ്ങരംകുളം സ്വദേശിനിയായ ഈ കൊച്ചുമിടുക്കി വിഷുവിന് കണിവെള്ളരിയിലാണ് 100 മേനി വിളയിച്ചത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സുകാരിയായ ശിവയുടെ ആദ്യ കൃഷി പരീക്ഷണം ചെണ്ടുമല്ലിയായിരുന്നു. സംഗതി വൻ വിജയമായി. അതോടെയാണ് വിഷുവിന് പച്ചക്കറി കൃഷി ചെയ്യാൻ ശിവ തീരുമാനിച്ചത്. കണിവെള്ളരി കൃഷി ഇറക്കി. വിളവ് 100 മേനി. പയർ, മത്തൻ, കുമ്പളം, ചീര, കുക്കുംബർ തുടങ്ങിയവയും ഒപ്പം കൃഷി ചെയ്യുന്നുണ്ട്. സഹായത്തിനായി വീട്ടുകാരും കൂടെ നിന്നതോടെ മികച്ച വിളവാണ് നേടിയെടുത്തത്. വീട്ടാവശ്യങ്ങൾക്ക് മാത്രമാണ് കൃഷി ചെയ്യുന്നതെന്നും വീട്ടുകാർ നൽകുന്ന പിന്തുണയാണ് കൃഷിയുടെ വിജയത്തിന് കാരണമെന്നും ശിവ പറയുന്നു. ഇപ്രാവശ്യം ഞാൻ പച്ചക്കറി കൃഷിയാണ് ചെയ്തത്. വെള്ളരി, കുമ്പളങ്ങ, മത്തങ്ങ, പയർ, ചീര എന്നിവയാണ് ഞാൻ ചെയ്തത്. കൃഷി ചെയ്യാൻ അച്ഛനും അമ്മയും ചേച്ചിമാരും സഹായിച്ച് അവർ തന്നെ സപ്പോർട്ടുമായിരുന്നു. ചങ്ങരംകുളം കോക്കൂർ മടത്തംപുറത്ത് മീര രമേശ് ദമ്പതികളുടെ ഇളയ മകളാണ് ഈ മിടുക്കി. ഡിഗ്രി വിദ്യാർത്ഥിനിയായ മായയും +2 വിദ്യാർത്ഥിനിയായ കൃഷ്ണയുമാണ് സഹോദരിമാർ. ന്യൂസ് 18 തിരൂർ. റബ്ബർ വിഷയം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായി നിൽക്കുമ്പോഴും റബ്ബർ ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം വഴിപാടിൽ ഒതുങ്ങുകയാണ്. കോട്ടയത്ത് നടന്ന 75ാം വാർഷിക സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിമാരും പങ്കെടുത്തത് ഓൺലൈനിൽ മാത്രം. ബോർഡിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ താൽപര്യക്കുറവ് കൂടി പ്രകടമാകുന്നതായിരുന്നു പരിപാടി. റബ്ബർ നിയമവും ബോർഡും രൂപീകരിച്ചതിന്റെ 75ാം വാർഷിക പരിപാടിക്കാണ് കോട്ടയത്ത് തുടക്കമായത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലൊന്നായ റബ്ബർ കേരളത്തിൽ തകർച്ച നേരിടുന്ന കാലഘട്ടത്തിലാണ് പ്ലാറ്റിനം ജൂബിലി നടക്കുന്നത്. റബ്ബർ ബോർഡിന്റെ കേന്ദ്ര ആസ്ഥാനമായ കോട്ടയത്ത് നടന്ന പരിപാടി പക്ഷേ പേരിൽ ഒതുങ്ങി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഓൺലൈനായാണ് ഇത്രയും പ്രധാനപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കർഷകർക്ക് ആശ്വാസമായ പ്രഖ്യാപനങ്ങളൊന്നും മന്ത്രി നടത്തിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ത്രിപുര മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവരും ഓൺലൈനായി മാത്രമാണ് പങ്കെടുത്തത്. റബ്ബർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾക്ക് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. എംപിമാരായ തോമസ് ചാഴിക്കാടൻ, MK പ്രേമേന്ദ്രൻ, MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് വേദിയിൽ നേരിട്ടെത്തിയത്. ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ റബ്ബർ ആയുധമാക്കി കടന്നു കയറാനുള്ള BJPയുടെ നീക്കങ്ങൾക്കിടെ റബ്ബർ ബോർഡിനോട് കേന്ദ്രത്തിന് താൽപര്യം കുറഞ്ഞത് എന്തുകൊണ്ട് എന്ന ചോദ്യം ബാക്കിയാകുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പൊക്കവും തലയെടുപ്പുമുള്ള കൊമ്പന് ഗജരാജ രത്നം പട്ടം നൽകി ആദരിച്ചു. തൃക്കടവൂർ ശിവരാജുവിനാണ് ഗജരാജരത്നം പട്ടത്തിന് അർഹനായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജരാജ ആദരവിന്റെ ഭാഗമായാണ് ഗജരാജരത്നം പട്ടം നൽകി ആദരിച്ചത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഏതാണ്ട് 30 വർഷം മുൻപാണ് കോന്നി റേഞ്ചിൽ അട്ടത്തോട് ഭാഗത്ത് ഒരു 5 വയസ്സ് തോന്നിക്കുന്ന ആനക്കുട്ടി വാരിക്കുഴിയിൽ വീണു. അവിടെ നിന്ന് രക്ഷിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ ആനയെ കോന്നി ആനക്കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. നല്ല പാഠങ്ങളും വിദ്യാഭ്യാസവും നല്ല അനുസരണയും അവിടെ നിന്നവൻ പഠിച്ചു. അങ്ങനെ ആ കുട്ടിക്കൊമ്പുള്ള നാട്ടാനയെ കൊല്ലത്തെ 8 കരക്കാർ ചേർന്ന് തൃക്കടവൂർ ശിവക്ഷേത്രത്തിൽ നടക്കിരുത്തി. ശിവപുത്രനായ അവന് ശിവനാമത്തോടെ രാജു എന്നുകൂടെ ചേർത്ത് ശിവരാജു എന്ന് പേരിട്ടു. അങ്ങനെ അവൻ തൃക്കടവൂർ ശിവരാജുവായി. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉയരവും തലയെടുപ്പുമുള്ള കൊമ്പനാണ് ശിവരാജു. 312 സെന്റിമീറ്റർ നീളമുണ്ട് തൃക്കടവൂർ ശിവരാജുവിന്. തിടം പേറ്റിക്കഴിഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച് കൊമ്പിൽ തുമ്പിക്കൈ ചുറ്റി മുഖവും കണ്ണും മൂടി ചെവിയാട്ടിയുള്ള നിൽപ്പിന്റെ സൗന്ദര്യമാണ് തൃക്കടവൂർ ശിവരാജുവിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ശിവരാജുവിന് പട്ടം നൽകി ആദരിച്ചു. ഞങ്ങൾ പരിപാലിക്കുന്ന ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ആന, ബുദ്ധിശക്തിയുള്ള ആന, സൗന്ദര്യമുള്ള ആന, അതുപോലെ തന്നെ കായിക ബലമുള്ള ആന, ആ തരത്തിലെല്ലാം സവിശേഷതകളുള്ള ഒരു ആനയാണ് തൃക്കടവൂർ ശിവരാജു എന്നത്. ആരാധകരുടെ കടവൂരാനും രാജുബായുമൊക്കെയാണ് തൃക്കടവൂർ ശിവരാജു. എണ്ണമറ്റ പട്ടങ്ങൾ നൽകി ഇവനെ അംഗീകരിക്കാൻ ഇവന് ചുറ്റിലും ആരാധക പ്രവാഹമാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട തൃക്കടവൂർ ശിവരാജു ഇനി ഗജരാജനാണ്. ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം.